Hello, butterflies! I'm your butterfly, and you're part of this family. Welcome to N Sisters Media, OT7. புலரும் காலை பொழுதை முழுவதையும் பிறந்த போவதில்லையே நேற்று வரை நேரம் போகவில்லையே உனதருகே நேரம் போகவில்லை. നമ്മുടെ യോറിനാണെങ്കിൽ രാത്രിയായപ്പോൾ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അച്ഛൻ പറഞ്ഞ വേർഡ്സും അതുപോലെ തന്നെ ജിമിൻ പറഞ്ഞ വേർഡ്സും അത് രണ്ടും അവളുടെ മൈൻഡിൽ ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവനെ വേണമെന്ന് അവൾ മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവളുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്തത്. അതൊരു അൺനോൺ നമ്പർ ആയിരുന്നു. അപ്പോൾ അവൾ കോൾ എടുത്തിട്ട് ഹലോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കോൾ വിളിച്ച വ്യക്തി ചോദിക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ തന്നെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു ഡീപ്പ് വോയിസ് ആയിരുന്നു. അല്ല ഇതാരാണെന്ന് അവളിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നാണെങ്കിൽ യാതൊരു റിപ്ലൈ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് ചെറുതായിട്ട് റോങ് ആയിട്ട് അത് ഫീൽ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തെറ്റി വിളിച്ചതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവളാണെങ്കിൽ ആ കാര്യങ്ങൾ വിട്ടുകളഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം അവൾ കോളേജിലേക്ക് എത്തി. രണ്ട് അൺഫെമിലിയർ ആയിട്ടുള്ള രണ്ട് ബോയ്സ് അവിടെ നിൽക്കുന്നത് അവൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ അധികം ശ്രദ്ധിക്കാതെ തന്നെ അവൾ ക്ലാസ്സിലേക്ക് പോയി. നമ്മുടെ യോറാണെങ്കിൽ ബ്രേക്ക് ടൈം ആയപ്പോൾ അവൾ വാഷ്റൂമിലേക്ക് പോയി. എന്നിട്ട് അവൾ മുഖമൊക്കെ കഴുകി വൃത്തിയാക്കി മിററിലേക്ക് നോക്കിക്കൊണ്ട് അവൾ സ്വയം തന്നെ അവളെ ആശ്വസിപ്പിക്കാൻ അവൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് ഡോർ ഓപ്പൺ ചെയ്യണ ശബ്ദം അവൾ കേട്ടത്. അവൾ പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അപ്പം മുന്നിൽ കണ്ട രണ്ട് ബോയ്സ് അവളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ ആരാന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ബോയ്സിലെ ഒരെണ്ണം സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് എടുത്തു വെച്ചു. അവരിങ്ങനെ അടുത്ത് വരുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു ആരാന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരാണെങ്കിൽ അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല എന്ന് അവളെടുത്ത് പറഞ്ഞു. അപ്പോൾ അവളാണെങ്കിൽ ശബ്ദം ഉണ്ടാക്കാനൊക്കെ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് പേടികൊണ്ട് ശബ്ദം പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. പെട്ടെന്നാണ് ബാക്കിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന മറ്റൊരു ബോയ് അവളുടെ വായ പൊത്തിപ്പിടിക്കുന്നുണ്ടായിരുന്നു. സെയിം ടൈം പുറത്ത് ജിമ്മിൻ്റെ ഫോണിലേക്കാണെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടായിരുന്നു മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട്. പെട്ടെന്ന് തന്നെ ജിമ്മിൻ്റെ ഫേസ് മാറി. പെട്ടെന്ന് നമ്മുടെ ജിമ്മിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് നാശം എന്ന് പറഞ്ഞിട്ട് ബെഞ്ചിലടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് ഫ്രണ്ട്സ് ആണെങ്കിൽ ഞെട്ടി അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ജിമ്മിന എന്താണ് പറ്റിയത്. അപ്പോൾ നമ്മുടെ ജിമ്മിനാണെങ്കിൽ ദേഷ്യത്തോടെ പറയുന്നുണ്ടായിരുന്നു സ്റ്റേ ഔട്ട് ഓഫ് ദിസ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അവനത് പറഞ്ഞതിന് ശേഷം വേഗം പുറത്തേക്ക് ഓടി. ഇതേ സമയം നമ്മുടെ യോറാണെങ്കിൽ ആ രണ്ട് ബോയ്സിൻ്റെ ഇടയിൽ കിടന്നിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളാണെങ്കിൽ എന്നെ വിട് എന്ന് പറഞ്ഞിട്ട് അലറുന്നുണ്ടായിരുന്നു. അവൾ മാക്സിമം അവളുടെ രീതിക്ക് അവരെ തട്ടി മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവളെക്കാളും ഭയങ്കര കരുത്തരായിരുന്നു. അപ്പോൾ ഇതേ സമയമാണ് ജിമിൻ ഓടി വന്നിട്ട് നല്ല സ്ട്രോങ് ആയിട്ടൊരു പഞ്ച് അവളെ പിടിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് മുഖത്തിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ബോയ് ആണെങ്കിൽ നിലത്ത് വീഴുന്നുണ്ടായിരുന്നു. ജിമിനാണെങ്കിൽ ദേഷ്യത്തിൽ പറയുന്നുണ്ടായിരുന്നു നിന്നോടൊക്കെ അല്ലടാ ഞാൻ ഈ പച്ച മലയാളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അവളുടെ അടുത്തേക്ക് വരരുത് എന്ന്. അപ്പോൾ സെക്കൻഡ് ബോയ് ആണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ജിമിൻ്റെ അടുത്തേക്ക് വന്നായിരുന്നു. അപ്പോൾ ജിമിനാണെങ്കിൽ ഹാർഡായിട്ട് നല്ലൊരു ബീറ്റ് അവനിട്ട് കൊടുത്തു. ജിമിൻ അങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുന്ന കണ്ടപ്പോൾ യോറിനാണെങ്കിൽ ചെറുതായിട്ട് പേടിയൊക്കെ തോന്നി. അപ്പോൾ ഇതേ സമയം വാഷ്റൂമിൻ്റെ പുറത്തായിട്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേ സമയം നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ആ രണ്ട് ബോയ്സിനെ പിടിച്ച് പുറത്തേക്ക് ആക്കിയിട്ട് നല്ലത് കൊടുക്കുന്നുണ്ടായിരുന്നു. ജിമിനാണെങ്കിൽ ഒന്നും പറയാതെ അവളെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ അവൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്നുള്ള ആശ്വാസത്തിലാണെങ്കിൽ നമ്മുടെ ജിമിനാണെങ്കിൽ അവളൊന്ന് തലയിൽ ചുംബിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ താൻ ഓക്കെ അല്ലേ. അവളാണെങ്കിൽ ഒന്ന് മൂളി കൊടുക്കുന്നുണ്ടായിരുന്നു. ജിമിനാണെങ്കിൽ അവളെ മുറുകെ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ യോറാണെങ്കിൽ അവൾക്കകപ്പാടെ പേടിയായി അതുപോലെ തന്നെ ആശ്വാസമായിട്ടാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ജിമിനെ മുറുകെ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അത് ജിമിന് പെട്ടെന്ന് ഷോക്കാക്കി പോയെങ്കിൽ ജിമിനാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അവളെ വീണ്ടും മുറുകെ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ യോറ് പറയുന്നുണ്ടായിരുന്നു ജിമിന എനിക്ക് പേടിയാവുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ജിമിൻ പറയുന്നുണ്ടായിരുന്നു എടോ എനിക്കറിയാടോ താൻ പേടിക്കേണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് ആരാ വന്നത് എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജിമിൻ പറയുന്നുണ്ടായിരുന്നു എടോ താൻ എന്നോടൊന്ന് ക്ഷമിക്ക് താൻ എൻ്റെ വോൾഡിൽ പെട്ടുപോയെന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ ജിമിനാണെങ്കിൽ അവളെ നോക്കാൻ വേണ്ടി ചെറിയ സ്റ്റെപ്പ് ബാക്കിലേക്ക് വെക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവളുടെ കൈ എപ്പോഴും അവളുടെ അരയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ യോറ് ചോദിക്കുന്നുണ്ടായിരുന്നു ജിമിന നീ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമോ. അപ്പോൾ നമ്മുടെ ജിമിനാണെങ്കിൽ ചിരിച്ചുകൊണ്ട് അവളുടെ കവളിൽ ഇങ്ങനെ തൊട്ടുകൊണ്ട് അവളെ കണ്ണീരങ്ങ് തുടച്ചുകൊണ്ട് പറഞ്ഞു പിന്നല്ലാതെ ഓൾവേസ്. അവനാണെങ്കിൽ അവളുടെ നെറ്റിയിലൊരു കിസ്സും കൊടുത്തു. എടോ താൻ പേടിക്കേണ്ട ഇപ്പോൾ വന്നെന്തായാലും ആ ബോയ്സിനെ എൻ്റെ ഫ്രണ്ട്സ് എന്തായാലും ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും. താൻ എപ്പോഴും സേഫാണ് എൻ്റെ കൂടെ. ജിമിൻ അപ്പം ഞാൻ കേട്ടതെല്ലാം ശരിയായിരുന്നു. നീ ഒരിക്കലും ഒരു നോർമൽ ബോയ് അല്ല. എടോ താൻ കേട്ടത് എന്തായാലും ശരിയൊക്കെ തന്നെയാണ്. ഞാനൊരു നോർമൽ ബോയ് അല്ല അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സും. അപ്പോൾ നമ്മുടെ യോറാണെങ്കിൽ അവനെ നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു ജിമിന എനിക്കറിയാം നിങ്ങളെല്ലാവരും ഡേഞ്ചറസ് ആണെന്ന്. പക്ഷേ എനിക്ക് പേടിയില്ല കാരണം നീ എൻ്റേതാണ്.
അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ജിമ്മിന് ഷൈയൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്നാലും ഫേസിൽ ചെറിയൊരു ഡാർക്കൻസ് ഉണ്ടായിരുന്നു. എടോ എൻ്റെ ലോകം ഭയങ്കര ഡേഞ്ചറസ് ആണ്, എനിക്ക് ചിലപ്പോൾ കൺട്രോൾ പോയെന്നും വരും. സാരില്ല, ഞാനത് ഹാൻഡിൽ ചെയ്തോളാം. നീ എൻ്റെ ഒപ്പം ഉണ്ടായാൽ മാത്രം മതി, വേറൊന്നും എനിക്ക് വേണ്ട ജീവന. പക്ഷേ ഞാൻ അത്ര ഈസി അല്ല, അറിയാം. പക്ഷെ എനിക്കിപ്പോൾ നീ ഇല്ലാതെ പറ്റില്ല. താനിപ്പോൾ എന്തായാലും ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും ഡീപ്പായിട്ടൊന്ന് ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ജീവനാണെങ്കിൽ അവളുടെ കവളിരിക്കണ ചെറുതായിട്ട് തടവിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു, തനിക്കറിയോ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ മിസ്റ്റേക്ക് അതാണ്. പക്ഷേ എനിക്കിപ്പോൾ നീ ഇല്ലാണ്ട് പറ്റില്ല. ജീവന, ഇനിയിപ്പോൾ നീ എന്നെ അവോയ്ഡ് ചെയ്യരുത്, എന്നെ വിട്ട് എങ്ങോട്ടും പോകരുത്. പെട്ടെന്നാണ് ഇതേ സമയത്ത് അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജിമിനാണെങ്കിൽ ഫോൺ എടുത്തിട്ട് ചെവിയിൽ വെക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ജിമിൻ്റെ ഫേസിൻ്റെ എക്സ്പ്രഷൻ മാറിയെന്ന് പറയാം. അതിലിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ആരാ പറയേ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ശരി ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ജിമിനാണെങ്കിൽ കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ജിമിൻ പറയുന്നുണ്ടായിരുന്നു, ബിഗ് പ്രോബ്ലം. നമ്മുടെ യോറാണെങ്കിൽ പേടിച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ആരാന്ന്. അവൻ്റെ പേര് അർജുൻ. സം ടൈം സിറ്റി ആകെ ഡാർക്കൻസിലാണ്. ഒരു ബിൽഡിങ് ഒരു മാനാണെങ്കിൽ ചെയറിലിരിക്കുന്നുണ്ടായിരുന്നു. ഗൺസ്, ഫയൽസ്, ഫോട്ടോസ് ഒക്കെ ആയിട്ട് ഒരു മേശപ്പുറത്ത് ചുറ്റിയിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ട് ആ വ്യക്തിയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, ലൂനായോ, ഇൻട്രസ്റ്റിംഗ്. ഇതേ സമയം ജിമിൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഫൈനലി ഗെയിം സ്റ്റാർട്ടഡ് ഒക്കെ. അപ്പോൾ ഇതേ സമയം കോളേജിൽ. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ജിമിന എന്താ നടക്കാൻ പോകുന്നത്, നീ പേടിക്കണ്ട, എനിക്ക് കൺട്രോൾ ഉണ്ട്. പക്ഷേ ജിമിൻ അങ്ങനെ പറയുമെങ്കിൽ ജിമിന് കൺട്രോൾ പോകുന്നത് സ്ഥിരം പരിപാടിയാണ്. ഇതേ സമയം എപ്പിസോഡ് തുടങ്ങുമ്പോഴാണെങ്കിൽ രാത്രി മൊത്തം സിറ്റി മൊത്തത്തിൽ ഭയങ്കര സൈലൻസ് ആയിരുന്നു. പക്ഷേ എന്തോ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ സമയം ജിമിനാണെങ്കിൽ കാറിലിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ്റെ ഫേസ് ആണെങ്കിൽ ക്ലാം ആണെങ്കിൽ പോലും ഐസ് ഭയങ്കര ഷാർപ്പായിരുന്നു. അവൻ്റെ ഫോൺ പെട്ടെന്ന് റിങ് ചെയ്തു. അതൊരു അൺനോൺ നമ്പർ ആയിരുന്നു. അപ്പോൾ ജിമിനാണെങ്കിൽ അത് പിക്ക് ചെയ്തിട്ട് ഹലോ പറയുന്നുണ്ടായിരുന്നു. ഫൈനലി എന്നാണ് അവിടെ നിന്ന് ബാക്ക് ആ ഒരു കോളിന് അപ്പുറത്ത് വന്നിട്ടുള്ള മറുപടി. അപ്പോൾ ജിമിനാണെങ്കിൽ എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു അർജുൻ. അവനതൊരു ലോ വോയിസിൽ പറഞ്ഞു. അപ്പോൾ അർജുനാണെങ്കിൽ ചിരിക്കുന്നുണ്ടായിരുന്നു. നിനക്കറിയാപ്പോൾ എന്നെ, നിനക്ക് എന്താ വേണ്ടത്, സ്ട്രെയിറ്റ് ആയിട്ട് പറയും. അർജുൻ സ്ലോ ആയിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബിസിനസ്. പക്ഷേ അതൊരു ഇപ്രാവശ്യം കുറച്ച് പേഴ്സണൽ ആണെന്ന് മാത്രം, നീ ക്ലിയർ ആയിട്ട് പറയും. അപ്പോൾ അർജുൻ ചോദിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു യോർ. അവളുടെ നെയിം കേട്ടപ്പോൾ തന്നെ ജിമിനാണെങ്കിൽ ജിമിൻ്റെ കൈ ജിമിൻ ടൈറ്റ് ആക്കുന്നുണ്ടായിരുന്നു. കെയർഫുൾ അർജുൻ. ജിമിനാണെങ്കിൽ അതൊരു വാർണിംഗ് ടോണിൽ പറയുന്നുണ്ടായിരുന്നു. അർജുൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ കോള് കട്ടാകുന്നുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ഡേ കോളേജ്. അപ്പോൾ നമ്മുടെ യോറിനാണെങ്കിൽ ചെറുതായിട്ടൊരു സ്ട്രേഞ്ച് ഫീലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഉള്ളിൽ. എന്നാൽ അവളാണെങ്കിൽ അതൊന്നും ഇത്ര കാര്യമാക്കാതെ ക്ലാസ്സിലേക്ക് പോയി. അവളാണെങ്കിൽ ചുറ്റുമൊന്നും നോക്കി. അപ്പോൾ എല്ലാം ഭയങ്കരമായിട്ട് ഒരു നോർമലായിട്ടാണ് നിൽക്കുന്നത്. എന്നാലും മനസ്സിൻ്റെ അവളുടെ ഉള്ളിലാണെങ്കിൽ ഒരു ചെറിയൊരു ഫീല്, എന്തോ ഒരു നെഗറ്റീവായിട്ടൊരു ഫീൽ ചെയ്തു. അപ്പോൾ ഇതേ സമയം ഒരു പെൺകുട്ടിയാണെങ്കിൽ കോറിഡോറിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് നമ്മുടെ യോറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, എടോ താൻ ജിമ്മിൻ്റെ ആളല്ലേ? അപ്പോൾ അത് തന്നെ അവൾ യോർ തല ആട്ടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു കെയർഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ യോറാണെങ്കിൽ ഞെട്ടിക്കൊണ്ട് തല ആട്ടുന്നുണ്ടായിരുന്നു. കെയർഫുൾ ആയിരിക്കും, ജിമ്മിൻ്റെ എനിമീസൊന്നും അത്ര നല്ല ആൾക്കാരൊന്നുമല്ല, താൻ എന്തായാലും തന്നെ ശ്രദ്ധിച്ച കൊള്ളാം എന്ന രീതിക്ക് ആ പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേ സമയം നമ്മുടെ ജിമ്മിനാണെങ്കിൽ അവൻ്റെ വെയർ ഹൗസിലായിരുന്നു. അപ്പോൾ അവൻ്റെ ഗ്രൂപ്പും അതുപോലെ തന്നെ ഗാങ്സും അവന് ചുറ്റിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബോയ് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ബോസ് അവനെന്തായാലും മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ ടാർഗറ്റ് ക്ലിയർ ആണ്. അപ്പം നമ്മുടെ ജിമിനാണെങ്കിൽ ഒരു വിസ്കി എടുത്ത് കുടിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, അവനെന്നെ ഒരുപാട് പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ എന്തായാലും അവൻ്റെ ഈ ചീപ്പ് പരിപാടിക്ക് ഞാൻ വീഴത്തില്ല. ജസ്റ്റ് അവൻ്റെ മൂവ് എന്താണെന്ന് ഞാൻ അറിയട്ടെ, എന്തായാലും ഞാൻ ആദ്യം മൂവ് ചെയ്യില്ല. എല്ലാവരും സൈലൻ്റായി. അപ്പം നമ്മുടെ ജയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ജിമിൻ ഈ എന്താണായി പറയുന്നത്? അപ്പോൾ ജിമിൻ്റെ ഐസ് ആണെങ്കിൽ ചെറുതായിട്ട് ഡാർക്കായിട്ട് അവൻ പറയുന്നുണ്ടായിരുന്നു, അവൻ എന്ത് വേണേലും ചെയ്യട്ടെ, എന്തായാലും അവൻ്റെ മൂവ് ആദ്യം അറിഞ്ഞിട്ട് ബാക്കി എന്തു, അവൻ എന്താ ചെയ്യണേ പോകുന്നതെന്ന് എനിക്ക് കണ്ടറിയുന്നു. അപ്പോൾ ഇതേ സമയം നമ്മുടെ യോറാണെങ്കിൽ ഈവനിങ് സമയമൊക്കെ ആയപ്പോഴേക്കും കോളേജിൽ വിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതേ സമയം ഒരു കിഡ് വന്നിട്ട് അവൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, ചേച്ചി
അവളാണെങ്കിൽ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ കിഡിനെ കണ്ടപ്പോൾ നമ്മുടെ യോറാണെങ്കിൽ ചെറുതായി ചിരിച്ചിട്ട് അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ. അപ്പം ഇതേ സമയം ആ കുഞ്ഞാണെങ്കിൽ ഒരു ചെറിയ ഗിഫ്റ്റ് ബോക്സ് നമ്മുടെ യോറിനെ നീട്ടിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു ഇത് ജിമിൻ ചേട്ടൻ തന്നതാ, ചേച്ചിക്ക് തരാൻ പറഞ്ഞു. അപ്പം അവളാണെങ്കിൽ അത് സ്വീകരിച്ചിട്ട് ആ കുഞ്ഞ് പോണതാണെങ്കിൽ നമ്മുടെ യോർ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കാണെങ്കിൽ എന്തൊക്കെയോ തോന്നി. അപ്പോൾ ഇൻസൈഡായിട്ട് ആ ബോക്സ് അവൾ തുറന്ന് നോക്കിയപ്പോൾ അതിലൊരു ബ്രേസ്ലെറ്റ് ആണ് ഉണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ ആ ഒരു ബോക്സിൽ ഒരു ചെറിയ നോട്ടും ഉണ്ടായിരുന്നു, ഗെയിം സ്റ്റാർട്ടഡ് എന്നായിരുന്നു. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് നമ്മുടെ ജിമിൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇവിടെ താനെന്തായാലും സേഫ് ആയിരിക്കണം, എന്തുണ്ടെങ്കിലും എന്നെ കോൾ വിളിക്കാൻ മറക്കരുത്, ഈ ബ്രേസ്ലെറ്റ് ഒരിക്കലും കയ്യിൽ നിന്ന് അയക്കരുതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതേ സമയം നമ്മുടെ ജിമിൻ്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ വരുന്നുണ്ടായിരുന്നു. നമ്മുടെ യോറാണെങ്കിൽ ബോക്സും പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ജിമിനാണെങ്കിൽ മൈൻഡിൽ ഇങ്ങനെ അർജുൻ എന്ന ദേഷ്യത്തിൽ പറയുന്നുണ്ടായിരുന്നു. അർജുനായിരുന്നു ആ ഒരു ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അർജുൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെ എൻ്റെ ഗിഫ്റ്റ് അങ്ങ് ഇഷ്ടപ്പെട്ടോ എന്ന്.